Good morning. Today we are going to discuss sanitation engineering. Then, what is meant by sanitation? It is the prevention of diseases by eliminating or controlling the environmental factors which are responsible for the transmission and spread of diseases. അസുഖങ്ങളുടെ സ്പ്രെഡിനും ട്രാൻസ്മിഷനും കാരണമാകുന്ന എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ് സാനിറ്റേഷൻ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്? ദോസ് ആർ വാട്ടർ സപ്ലൈ, കളക്ഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് വാട്ടർ, എയർ പൊല്യൂഷൻ, വെന്റിലേഷൻ, menace of insects, rodents, and finally other hygienic factors. നീറ്റായിട്ടുള്ള വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. വാട്ടർ കളക്ഷനും വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റും ഡിസ്പോസലുമെല്ലാം സയൻറ്റിഫിക് വേയിലും ഇഫക്റ്റീവ് വേയിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ പൊല്യൂഷന് കാരണമാകുന്ന എയർ പൊല്യൂട്ടൻസ് റെയിൻ വഴി വെള്ളത്തിലെത്തിപ്പെടാറുണ്ട്. ഇതുവഴിയും വാട്ടർ ബോൺ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാറുണ്ട്. വെന്റിലേഷൻ വഴിയും ഇൻസെക്ട്സ്, റോഡൻസ് ഇവ വഴിയും അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതുപോലെ മറ്റ് ഹൈജീനിക് ഫാക്ടേഴ്സും വിവിധ തരം അസുഖങ്ങൾക്ക് കാരണമൊരുക്കുന്നു. Sanitation is practiced by sanitary engineer or environmental engineer. സാനിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എൻവിറോൺമെൻ്റൽ എഞ്ചിനീയറോ സാനിറ്ററി എഞ്ചിനീയറോ ആണ്. We have to study different terms in order to connection with sanitation. Those are sewage, sullage, sewer, sewerage, refuse and garbage. Sewage. It is the liquid waste of the community. ഒരു കമ്മ്യൂണിറ്റിയിലെ ലിക്വിഡ് വേസ്റ്റിനെ പറയുന്ന പേരാണ് സീവേജ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വേസ്റ്റ് ഫ്രം വാട്ടർ ക്ലോസറ്റ്സ്, യൂറിനൽസ്, ബാത്റൂംസ്, കിച്ചൺസ് ഓഫ് റെസിഡൻസസ്, വേസ്റ്റ് വാട്ടർ ഫ്രം ഇൻഡസ്ട്രീസ്, സ്റ്റോം വാട്ടർ. വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, യൂറിനൽസ് നിന്നുള്ള വേസ്റ്റ് വാട്ടർ, ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, കിച്ചണിൽ നിന്ന് സിങ്കിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ, ഇൻഡസ്ട്രിയിലെ വേസ്റ്റ് വാട്ടർ, സ്റ്റോം വാട്ടർ എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നു. സീവേജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ സീവേജ്. ഡൊമസ്റ്റിക് സീവേജ് ഈസ് ദി ലിക്വിഡ് വേസ്റ്റ് ഫ്രം റെസിഡൻഷ്യൽ ഏരിയാസ്. റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നുള്ള ലിക്വിഡ് വേസ്റ്റിനെ ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുന്നു. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നുള്ള ലിക്വിഡ് വേസ്റ്റിനെ ഇൻഡസ്ട്രിയൽ സീവേജ് എന്നുമാണ് പറയുന്നത്. സള്ളേജ്, വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂംസ്, കിച്ചൺസ്, വാഷ് ബേസിൻസ്. പ്രധാനമായും ബാത്റൂമിൽ നിന്ന്, കിച്ചണിൽ നിന്ന്, വാഷ് ബേസിൽ നിന്നെല്ലാം ഉള്ള വേസ്റ്റ് വാട്ടറാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. സീവേജിനെ അപേക്ഷിച്ച് സള്ളേജ് ലെസ് ഒഫൻസീവ് ആയിരിക്കും. അതായത് അത്രമാത്രം കെമിക്കലി ഡോസ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോം വാട്ടർ. സ്റ്റോം വാട്ടർ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ന്യൂസൻസ് കോസിംഗ് ഫിക്കൽ മാറ്റേഴ്സ് ഫ്രം ലാബറട്ടറീസ്, വേസ്റ്റ് വാട്ടർ ഫ്രം യൂറിനൽസ്, സ്റ്റേബിൾസ് ആൻഡ് ഇൻഡസ്ട്രീസ്. വാട്ടർ ക്ലോസറ്റിൽ നിന്ന്, അതുപോലെ യൂറിനൽസ്, സ്റ്റേബിൾസ് എന്ന് പറഞ്ഞാൽ തൊഴുത്ത്, ഇൻഡസ്ട്രീസ് ഇവയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറൊന്നും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. അതായത് അത്രമാത്രം ഒഫൻസീവ് അല്ലെന്നർത്ഥം. സീവർ ആൻഡ് സിവറേജ്. സീവർ, ഇറ്റ് ഈസ് ദി അണ്ടർഗ്രൗണ്ട് കണ്ടൂയിറ്റ് കൺവേയിങ് സീവേജ്. സീവേജ് ക്യാരി ചെയ്തു പോകുന്ന അണ്ടർഗ്രൗണ്ട് പൈപ്പിനെ പറയുന്ന പേരാണ് സീവർ. സിവറേജ്, network of sewers and other devices used in the system for carrying sewage. സീവേജ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സീവർ പൈപ്സിൻ്റെയും മറ്റു ഡിവൈസിൻ്റെയും നെറ്റ്വർക്കിനെയാണ് സിവറേജ് എന്ന് പറയുന്നത്. സിവറേജ് സിസ്റ്റം ഇൻക്ലൂഡ് കളക്ഷൻ, കൺവേയൻസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് സീവേജ്.
സിവറേജ് സിസ്റ്റത്തിൽ സീവേജിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്, കൺവേയൻസ് അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്പോസലും ചെയ്യുന്നുണ്ട്. Then what is meant by refuse? It is the dry waste of the community. ഒരു സൊസൈറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റിയിലെ ഡ്രൈ വേസ്റ്റിനെ പറയുന്ന പേരാണ് റെഫ്യൂസ്. സ്ട്രീറ്റ് ഹൗസ് സ്വീപ്പിങ്സ്, സ്ട്രീറ്റ് തെരുവിലെയും വീടുകളിലെയും എല്ലാം ചപ്പ് ചവറുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നു. പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. ആഷ്, ചാരം എല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നു. ഗാർബേജ്, സെമി സോളിഡ് ആൻഡ് സോളിഡ് വേസ്റ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ സെമി സോളിഡ് അതുപോലെ സോളിഡ് വേസ്റ്റസിനെയാണ് ഗാർബേജ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഫുഡ് പ്രൊഡക്റ്റ് വേസ്റ്റുകളാണ്. വെജിറ്റബിള്, ചീഞ്ഞ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൻ്റെ തൊലി, വേസ്റ്റ് ആയിട്ടുള്ള മീറ്റൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഓഫ് സിവറേജ് വർക്ക്? സിവറേജ് വർക്കിൻ്റെ വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് ഹൈജീനിക് ആൻഡ് ഈസ്തെറ്റിക് എൻവിറോൺമെൻറ്റ്. ശുദ്ധമായതും സുന്ദരമായതുമായ ഒരു എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ടു കളക്ട് ആൻഡ് ട്രീറ്റ് സീവേജ് ഇൻ എ സയൻറ്റിഫിക് വേ. സീവേജ് കളക്ട് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുന്നതും ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചായിരിക്കണം. സീവേജിനെ ട്രീറ്റ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചായിരിക്കണം. അതായത് ലിക്വിഡ് വേസ്റ്റിനെ ഒരു രീതിയിൽ, ഡ്രൈ വേസ്റ്റിനെ മറ്റൊരു രീതിയിൽ, ഒഫൻസീവ് വേസ്റ്റിനെ ഒരു രീതിയിൽ, ലെസ് ഒഫൻസീവ് വേസ്റ്റിനെ മറ്റൊരു രീതിയിൽ, അങ്ങനെ. ടു പ്രിവെൻറ്റ് ദി സ്പ്രെഡ് ഓഫ് വാട്ടർ ബോൺ ഡിസീസസ് ബൈ ടേക്കിംഗ് സീവേജ് ആൻഡ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഇഫക്റ്റീവ്ലി. ഹ്യൂമൻ എക്സ്ക്രീറ്റ, മനുഷ്യരുടെ വേസ്റ്റ്, അതുപോലെ സീവേജ് ഒക്കെ ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ വാട്ടർ ബോൺ ഡിസീസസ് കുറയ്ക്കുക. ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ന്യൂസൻസ് ഡ്യൂ ടു ഗ്രോത്ത് ഓഫ് ഹൗസ് ഫ്ലൈസ് ആൻഡ് മൊസ്കിറ്റോസ്. ഹ്യൂമൻ എക്സ്ക്രീറ്റയും ലിക്വിഡ് വേസ്റ്റും ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തുകൊണ്ട് മൊസ്കിറ്റോസ്, കൊതുകുകൾ, ഹൗസ് ഫ്ലൈ, ഈച്ചകൾ ഇവയുടെ എല്ലാം ഗ്രോത്ത് കൺട്രോൾ ചെയ്യുക. To effectively drain away the storm water from town and avoiding inundation. സ്റ്റോം വാട്ടർ, മഴവെള്ളം നമ്മൾ ശരിയായ രീതിയിൽ ഡ്രെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയൂ. കാരണം വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടാൽ അത് പലതരം ഡിസീസസിന്, വാട്ടർ ബോൺ ഡിസീസസിന് കാരണമാകുന്നുണ്ട്. സോ these six are the various objectives of sewerage works. So it's a basic introduction connecting to sanitation. Today's section we are winding up here. Okay, thank you.